നമസ്കാരം. ദുബായ് എയർ ഷോയിലെ പ്രകടനത്തിനിടെ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് വിമാനം തകർന്നതു മുതൽ പല ഭാഗത്തു നിന്നും അത് അട്ടിമറിയാണോ അല്ലയോ, തകർന്നതോ തകർത്തതോ തുടങ്ങിയ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ ഈ യുദ്ധവിമാനത്തിന്റെ തകർച്ച അതിന്റെ സാങ്കേതിക തകരാറാണെങ്കിൽ ഇന്ത്യയുടെ കഴിവുകേടെന്നും, മറിച്ച് അട്ടിമറിയാണെങ്കിൽ ഇന്ത്യയുടെ പരാജയമെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അരങ്ങേറുമ്പോൾ ഇതിനു പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ദുബായ് എയർ ഷോയിലെ പ്രകടനത്തിനിടെ ഇന്ത്യയുടെ അഭിമാനമായ LCA തേജസ് വിമാനത്തിന് നേരിട്ട അപകടം ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകരെ ഞെട്ടിച്ചെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെയും സാങ്കേതിക മുന്നേറ്റങ്ങളെയും തടുക്കാൻ ആർക്കും കഴിയില്ല എന്നത് എല്ലാവർക്കും ഉറപ്പാണ്. വ്യോമയാന വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമായത്. അതിലൊട്ടും ഗൂഢാലോചനയോ അട്ടിമറിയോ തെളിവുകളില്ല. ഏതൊരു രാജ്യത്തിന്റെയും സൈനിക ശക്തി, ബഹിരാകാശ ശക്തി, പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയെ ദുർബലമാക്കാനായി പ്രചരണങ്ങളും വ്യാജ ആരോപണങ്ങളും ഉയരാറുണ്ട്. എന്നാൽ ഇന്ത്യ ഈ അപവാദങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒന്നും തകരാതെ, ഒരു തരി പോലും പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു. കാരണം നമ്മുടെ സാങ്കേതിക വിദ്യ ഭിക്ഷയല്ല, അത് ഭാരതത്തിന്റെ സ്വന്തം ബുദ്ധിയും കഴിവുമാണ്. തേജസ് ഒരു സാധാരണ യുദ്ധവിമാനമല്ല, ഇന്ത്യയുടെ പ്രതിരോധ സ്വാതന്ത്ര്യത്തിന്റെ ചിറക് കൂടിയാണ്. ദശാബ്ദങ്ങളോളം നടന്ന ഗവേഷണത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച തേജസ് ലോകത്തിനാകെ ഇന്ത്യക്ക് ഒന്നും കഴിയില്ല എന്ന് ചിരിച്ചവർക്ക് പുച്ഛിച്ചവർക്കും നൽകിയ ശക്തമായ മറുപടിയാണ്. മികച്ച വേഗത കാഴ്ചവെച്ചിരുന്ന ആധുനിക റഡാർ മുതൽ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം വരെയുള്ള തേജസിന്റെ സവിശേഷതകൾ തന്നെ ലോക രാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചതായി. ഇതിനു പുറമെ തേജസ് പൂർണ്ണമായും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടറിഞ്ഞു രൂപകൽപ്പന ചെയ്തതാണ്. അതും അമേരിക്ക, റഷ്യ, ഇസ്രയേൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ യുദ്ധവിമാനങ്ങളുടെ നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ അഭിമാനവും അതേസമയം അത്ഭുതവുമാണ് തേജസ് എന്ന് പറയേണ്ടി വരുന്നതിൽ അത്ഭുതമില്ല. ലോകത്തിലെ ഏറ്റവും ലഘുവും ശക്തവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി തേജസ് ഇന്ന് അംഗീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ കഴിവിനെ കാണാൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. അപകടം സംഭവിച്ചതോടെ ഇന്ത്യയുടെയും ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെയും വിജയത്തിന് അസൂയ തോന്നുന്ന ചില രാജ്യങ്ങളും മാധ്യമങ്ങളും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ പ്രചരണ സേനകളും വേഗത്തിൽ ഇതിന് ഗൂഢാലോചനയുണ്ട്, ഇന്ത്യയുടെ വ്യോമ സാങ്കേതിക വിദ്യ ഫ്ലോപ്പാണ് എന്ന നുണക്കഥകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇത് എല്ലാം കണ്ടാൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യ ഉയർന്നു വരുമ്പോൾ ചിലർക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് അതിൽ ആദ്യത്തേത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പ്രതിരോധ നിർമ്മാണത്തിലും ഉപകരണ കയറ്റുമതിയിലും ഇന്ന് കുതിച്ചുയരുകയാണ്. പണ്ടൊരിക്കൽ ആയുധങ്ങൾ വാങ്ങാനായി രാജ്യങ്ങൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്ന, കൈനീട്ടി നിൽക്കേണ്ടി വന്ന ഇന്ത്യ ഇന്ന് വിമാനങ്ങൾ, ആയുധങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, റഡാറുകൾ എന്നിവ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ശക്തമായ രാജ്യമായി മാറുകയാണ്. ഈ മൗലിക മാറ്റം ചില അന്താരാഷ്ട്ര ശക്തികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു കള്ളക്കഥ മെനയാനുള്ള വ്യഗ്രതയെ അടിസ്ഥാനമാക്കി അട്ടിമറി എന്ന് വിളിച്ച് വലിയൊരു സാങ്കേതിക വിദ്യയെ അപമാനിക്കുന്നത് ഉത്തരവാദിത്തമുള്ള സമീപനമല്ല. സർക്കാർ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്തും. കുറ്റക്കാർ ഉണ്ടെങ്കിൽ നിയമം കൈകാര്യം ചെയ്യും. ഇന്ത്യയെ ഹീന പ്രചരണം കൊണ്ട് തടയാനാവില്ല, തളർത്താനുമാവില്ല എന്നതാണ് വാസ്തവം. തേജസ് ഒരു അപകടത്തിൽ പെട്ടതുകൊണ്ട് ഇന്ത്യൻ വ്യോമ സാങ്കേതിക വിദ്യ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അറിവില്ലായ്മയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയോടുള്ള ഭീതിയോ ആണ്. ഒരു യുദ്ധവിമാനം ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നത് ലോകത്ത് ആദ്യമല്ല എന്ന് ഈ അപവാദ പ്രചാരകർ തന്നെ മറന്നുപോകരുത്. മുൻനിര ലോക രാഷ്ട്രങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. 2012 ഫ്രാൻസിന്റെ റാഫാൽ അപകടത്തിൽപ്പെട്ടത്, 2021 അമേരിക്കയുടെ F-16 തകർന്നത്, റഷ്യയുടെ Su-30 പലതവണ അപകടത്തിൽപ്പെട്ടത് ഒക്കെ മറച്ചുവെച്ചിട്ട് ഇന്ത്യയെ ചോദ്യം ചെയ്യുന്നത് ഒരുതരം രണ്ടാം നീതിയാണ്. അപകടങ്ങൾ സാങ്കേതിക രംഗത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേരിൽ രാജ്യത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശത്രുക്കൾ. മോദിയുടെ ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി വളർന്നു കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയുടെ നട്ടെല്ല് ഇന്ത്യ തന്നെയാണ് ഇന്ന് നിർമ്മിക്കുന്നത്. സ്വദേശി സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ പുതിയ തണ്ടല്ല് എന്ന് സാരം.
അപകടങ്ങൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും ഇന്ത്യ പിന്നോട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യ വേദനിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പൈലറ്റിന്റെ ജീവനെ ഓർത്തു മാത്രമാണ്. തേജസ് MK-1A നേരത്തെക്കാൾ കൂടുതൽ ആധുനിക രൂപത്തിൽ ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തേജസ് നേവി വേർഷൻ വിജയകരമായ ക്യാരിയർ ലാൻഡിംഗ് നടത്തിക്കഴിഞ്ഞു. തേജസ് അടുത്ത് കയറ്റുമതി കരാറുകൾക്ക് തയ്യാറായി നിൽക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ നേട്ടം. ഒരു വിമാനം തകർന്നത് കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ഭിത്തി ഒരു ഇഞ്ച് പോലും തകർന്നു പോകില്ല എന്നതാണ് തിരിച്ചറിയേണ്ടത്. ദുബായ് ഷോയിൽ ഉണ്ടായ അപകടം വളരെ ദുഃഖകരമാണ്. എന്നാൽ ഇതിലൂടെ തെളിഞ്ഞൊരു സത്യമുണ്ട്. ഇന്ത്യയും ഇന്ത്യൻ സാങ്കേതിക വിദ്യയും ലോകം ശ്രദ്ധിക്കുന്നു എന്ന സത്യം. അവർ നമ്മെ ഭയപ്പെടുന്നു എന്ന സത്യം. അതുകൊണ്ട് തന്നെയാണ് വ്യാജ പ്രചരണങ്ങൾ ഉയരുന്നത് എന്നത് വ്യക്തമാണ്. ഇന്ത്യയുടെ ഉന്നമനത്തിനും പ്രതിരോധ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങൾ നമ്മെ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വഴികളിലേക്ക് നയിക്കുന്നു. തേജസ് വീണേക്കാം, പക്ഷെ ഇന്ത്യയുടെ ഉയർച്ച ഒരിക്കലും വീഴില്ല, തകരില്ല. ഇന്ത്യ ഉയരും, കൂടുതൽ ശക്തമായി, കൂടുതൽ ബുദ്ധിപൂർവമായി, ലോക നേതൃത്വത്തിലേക്ക്. കാരണം ഇന്ത്യയെ നയിക്കാൻ മുന്നിലുള്ളത് കരളുറപ്പുള്ള മോദി എന്ന യോദ്ധാവാണ്.